ഹലോ ഗൈസ്, ഐ എം അർഷൽ ഫൈസി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ കുറേ വട്ടമായി പറയുന്നുണ്ട് ബ്രോ സ്ട്രീമിലേക്ക് വന്നു. അപ്പോൾ ഞാനത് ആലോചിച്ചു, വലിയ സെറ്റപ്പൊന്നും ഇപ്പോൾ നമ്മുടെ കയ്യിലില്ല, ഉള്ള ബഡ്ജറ്റും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ചെറിയ രീതിയിൽ സ്ട്രീമിങ് തുടങ്ങാൻ ഒരു പ്ലാൻ ഉണ്ട്. ഏകദേശം ഒരു 2-3 ദിവസത്തിനുള്ളിലല്ലേ നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് പേരുകൾ നമ്മളിങ്ങനെ കണ്ടുവച്ചിട്ടുണ്ട്. സ്കോഡിന് ഒരു പേര് വേണമല്ലോ. അപ്പോൾ ഞങ്ങൾ കൺഫ്യൂഷനിലാണ് ഏത് പേരിടുന്നു. അപ്പോൾ അത് ഞങ്ങളൊരു 3 പേര് പറയും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേരൊന്ന് സെലക്ട് ചെയ്യാം. അനന്തു, ഏതൊക്കെയാണ് പേരുകൾ? നമ്മളിപ്പോൾ നിലവിൽ തീരുമാനിച്ചിരിക്കുന്ന 3 പേരെന്ന് പറയുമ്പോൾ ഒന്ന് സ്കോഡെക്സ്, ഒന്ന് ഫൺ സ്കോഡ്, അതല്ലാന്നുണ്ടെങ്കിൽ ഡബ്ല്യു സ്കോഡ്. ഈ 3 സ്കോഡിൻ്റെ പേരാണ് നമ്മളിപ്പോൾ നോക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേര് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ഇടുന്നതായിരിക്കും. പിന്നെ 3 അവർക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ എനിക്ക് നമുക്ക് സ്ട്രീമിങ് തുടങ്ങണം വേണ്ടത് കുറേ പേര് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ നമുക്കതിനുള്ള സെറ്റപ്പ് ഞാൻ ഇപ്പോൾ തന്നെ പറയുന്നത്, എനിക്കതിനുള്ള സെറ്റപ്പുകളൊന്നുമില്ല. ചെറിയ രീതിയിൽ എന്തെങ്കിലും വെച്ച് ലൈവ് ചെയ്യാനായിരിക്കും നമ്മുടെ പ്ലാൻ. അതാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കൊടുക്കാം ഇതിലേക്ക് നമുക്ക് എൻ്റർടൈൻ ചെയ്യാനായിട്ട്. നമുക്ക് മറ്റുള്ള സ്ട്രീമേഴ്സിൽ നിന്ന് വ്യത്യസ്തമായി എന്ത് ചെയ്യാൻ പറ്റുമോ അത് നമുക്ക് ഇവർക്ക് കൊടുക്കാം. പിന്നെ കൂടുതലും ഈ ലൈവ് സ്ട്രീമിൽ ചാറ്റ്സ് പറയുന്ന കാര്യങ്ങളല്ലേ ചെയ്യുന്നത്. ഓക്കെ. അപ്പം പിന്നെ മാക്സിമം വെറൈറ്റി, പിന്നെ തെറിവിളി, മറ്റുള്ള കാര്യങ്ങള് ഒരാളെ ട്രോളിക്കൊണ്ടുള്ള പരിപാടി ഒരാളെ അടിച്ച് താഴ്ത്തേണ്ട ആവശ്യം നമുക്കില്ല. ഓൾറെഡി ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റും അതിന്റെ പെയിൻ എന്താണെന്ന് കൂടി നമുക്ക് അറിയാൻ പറ്റും. കാരണം ഒരാൾ അടിച്ച് താഴ്ത്തുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് കൂടി അറിയാൻ പറ്റും. അതുകൊണ്ട് അങ്ങനത്തെ റീച്ചും പരിപാടിക്ക് നമ്മൾ നിൽക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒമേഗളിൽ ചെയ്യുന്നില്ല, ഒമേഗൾ ചെയ്യും, ഗെയിംസ് ചെയ്യും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് എന്താ ഇൻട്രസ്റ്റ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അത് നമുക്ക് കുറച്ചും കൂടി രസമായിരിക്കും. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മളോട് പറയാം, അത് നമ്മൾ ചെയ്യും. പിന്നെ എല്ലാം നിങ്ങൾ തുറന്നു പറയണ്ടല്ലേ. ഒരു കാര്യം ഞാൻ പറയാം, അത് പറയണല്ലോ. നമ്മൾ ഈ 10-15 ഗേൾസിന് ബാക്കിൽ നിർത്തിക്കൊണ്ട് ഡാൻസിന് വിളിക്കുന്ന പരിപാടി എന്തായാലും ഇല്ല. ആ പരിപാടിക്ക് നമ്മൾ നിൽക്കുകയില്ല. പിന്നെ അതുപോലെ തന്നെ പഞ്ചിപിടിയും ഇതൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ ഒരു പരിപാടിക്ക് നമ്മളില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രീമിംഗ് അല്ലേ ബ്രോ. അപ്പോൾ അറിയാലോ, ഫാമിലി എല്ലാവരും കാണുന്നതല്ലേ. അപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയാം, നിങ്ങൾ പറയുന്ന കാര്യം ഞാൻ അവിടെ ചെയ്യും. കാരണം നിങ്ങളാണ് ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഇതുവരെ എത്തിച്ചത്. അതിന് ഒരുപാട് നന്ദിയുണ്ട് അതിൽ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനടി 2-3 ദിവസത്തിനുള്ളിൽ എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും കട്ടൊക്കെ കൂടെ വേണം. ഇതൊന്ന് പറയണമെന്നുണ്ടായിരുന്നല്ലേ. അപ്പോൾ നിങ്ങളെന്തായാലും ഈ പേര് ഇതിലൊന്ന് സെലക്ട് ചെയ്യുക. എന്നാലേ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സ്ട്രീമിംഗ് റൂമും ഇതായിരിക്കില്ല, അത് വേറെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് ചെറിയ രീതിയിൽ. ഇപ്പോൾ ഞാൻ പറഞ്ഞു സ്കോഡിൽ ഇനിയും ആൾക്കാരുണ്ട്. സ്കോഡിൽ നമ്മുടെ എൻ്റെ ചെറുപ്പം തൊട്ടുള്ള ഫ്രണ്ട്സാണ് എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ അപ്പോൾ എനിക്ക് വിശ്വസിച്ച് ചെയ്യാം കാര്യങ്ങളെല്ലാം. ഞാൻ പുറത്തുനിന്ന് ആൾക്കാരൊന്നും അവരെ നമ്മൾ എടുക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടുതലുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. നമ്മളൊപ്പം എപ്പോഴും കട്ടൊക്കെ കൂടുന്ന ഫ്രണ്ട്സ്, അവരെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇപ്പോൾ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ എപ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരുപാട് നന്ദി. താങ്ക് യു. കട്ട് ചെയ്തു.